വെൽക്കം യു ഓൾ ടു ദിസ് ടെക്നിക്കൽ ട്രെയിനിങ് സെഷൻ. ടെക്നിക്കൽ ട്രെയിനിങ്ങിന്റെ ഈ സെഷനിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ബേസിക്കലി ഇന്നത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉദ്ദേശിച്ച് വളരെ ഷോർട്ട് സ്പാനിൽ നമ്മൾ അനൗൺസ് ചെയ്ത ഒരു ട്രെയിനിങ് ആണ്. ഇത് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ടെക്നിക്കൽ കാര്യങ്ങളിൽ കുറച്ച് ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട് എന്ന് ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ എടുത്തിയൊരു ഇനിഷ്യേറ്റീവാണിത്. എന്താണ് മാക്ലേൺ എന്നുള്ളതിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പല രീതിയിലൊക്കെയാണ് മാർക്കറ്റിൽ മാക്ലേണിനെ പറ്റി പറയുന്നത്. ആ പറയുന്നത് ഒരു ശരിയായ രീതിയിൽ പറയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. മാക്ലേൺ എന്ന് പറയുന്നത് ഇനിഷ്യേറ്റീവ് ബൈ മാർക്കറ്റ് ആൽഫ ക്വസ്റ്റ്, UK ബേസ്ഡ് സോഫ്റ്റ്വെയർ സ്റ്റാർട്ടപ്പ്. ഒരു സോഫ്റ്റ്വെയർ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്, UK ബേസ്ഡ് ആയിട്ടൊരു സോഫ്റ്റ്വെയർ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് മാർക്കറ്റ് ആൽഫ ക്വസ്റ്റ് എന്ന് പറയുന്നത്. അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളത് UK യിലാണ്. അവരുടെ ഒരു ഇനിഷ്യേറ്റീവ് ആണ് മാക്ലേൺ എന്ന് പറയുന്നത്. എന്തിനാണ് ഈ മാക്ലേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തുകൊണ്ടാണ് മാക്ലേൺ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സാധ്യത മാർക്കറ്റിനകത്ത് കാണുന്നുണ്ട്. അതായത് എപ്പോഴും ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ് എന്ന് പറയുക. മാർക്കറ്റിനകത്ത് വലിയൊരു റിക്വയർമെന്റ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസി എന്താണെന്നും ഫോറക്സ് എന്താണെന്നും അതെങ്ങനെ ട്രേഡ് ചെയ്യണമെന്നും അതിന്റെ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും അത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉള്ള ഒരു ലോകത്താണ് നമ്മൾ എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇതെല്ലാം ലേറ്റസ്റ്റ് ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ. അപ്പൊ ഇതിനകത്ത് പലരും എന്ത് വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കുറിച്ചുള്ള അറിവുകൾ ഇല്ലാത്തതിന്റെ പേരിൽ പലപ്പോഴും പല കുടുക്കുകളിൽ പോയി ചാടുന്നുണ്ട്. അപ്പൊ ആളുകൾക്ക് ആഗ്രഹിക്കുന്നുണ്ട് ഇതെങ്ങനെ എന്തൊക്കെയാണിത് എന്ന് അറിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് പഠിക്കാനുള്ള അവന്യൂസ് ഒരുപാടുണ്ട്. പക്ഷെ ഏതാണ് അവന്യൂ എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ മനസ്സിലാക്കി തരുന്നതിനോ പലപ്പോഴും അവൈലബിൾ അല്ല. അപ്പൊ അങ്ങനെ അവൈലബിൾ ആവുന്ന ഒരു വെന്യൂ ഉണ്ടാക്കുക എന്നുള്ളതാണ് മാക്ലേൺ എന്ന് പറയുന്ന ഈ ഇനിഷ്യേറ്റീവിന്റെ ലക്ഷ്യം. ഇത് എയിം ചെയ്യുന്നത് ബിഗിനേഴ്സിനെയാണ്. അല്ലാതെ ഒരു പ്രോ ട്രേഡറായി മാറാൻ ഓൾറെഡി ട്രേഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോ ട്രേഡറായി അയാളുടെ ട്രേഡിംഗ് എങ്ങനെ എക്സലന്റ് ആക്കാം എന്നുള്ളതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒന്നും തന്നെ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ഉണ്ടാവില്ല. ഇതിനകത്ത് സാധാരണക്കാരനായ അറിയാത്ത ഒരാൾക്ക് ഇതിന്റെ ബേസിക്, അതിന്റെ ബിഗിനേഴ്സിനെ ക്രിപ്റ്റോയും ഫോറക്സും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് മാക്ലേൺ എന്ന് പറയുന്നത്. ഫൈൻ. അപ്പൊ നമ്മളിതിനെ പോയിട്ട് ഒരു പ്രോ ട്രേഡറുടെ അടുത്ത് പോയിട്ട് നമ്മൾ ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഒന്നും മനസ്സിലാവൂല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കുമ്പോൾ അവർക്ക് എന്നേ പഠിച്ചു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളായിരിക്കും ഇതിനകത്തുള്ളത്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ MBA പഠിക്കുന്ന കഴിഞ്ഞ ഒരാളുടെ അടുത്ത് പോയിട്ട് നമ്മൾ 10ാം ക്ലാസ്സിലെ സിലബസ് കാണിച്ച പോലെ ഉണ്ടാവും അങ്ങനത്തെ ഒരു ട്രേഡറുടെ അടുത്ത് പോയിട്ട് നമ്മളിത് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ. ബിക്കോസ് ദിസ് ഈസ് ജസ്റ്റ് ഫോർ ബിഗിനേഴ്സ് എന്നുള്ളത് ആദ്യം നമ്മൾ തിരിച്ചറിയണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഇതിനകത്ത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ? ഇതിനകത്ത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് ക്രിപ്റ്റോ ട്രേഡിംഗ് ആണ്, ഫണ്ടമെന്റൽസ് ഓഫ് ഫോറക്സ് ട്രേഡിംഗ് ആണ്. അത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെങ്ങനെയാ ചെയ്യുന്നത്? ഇൻഡസ്ട്രിയിലെ ലീഡേഴ്സുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിംഗ് വ്യൂ, ഇത് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ട്രേഡിംഗ് വ്യൂ. അതായത് ട്രേഡിംഗിൽ ഏത് ട്രേഡിങ്ങിനാണെങ്കിലും വേണ്ട ചാർട്ട്സും കാര്യങ്ങളും എഡ്യൂക്കേഷനും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് ട്രേഡിംഗ് വ്യൂ. പക്ഷേ ട്രേഡിംഗ് വ്യൂവിനെ പറ്റി പല ആൾക്കാർക്കും അറിയില്ല. ട്രേഡിംഗ് വ്യൂവിൽ നേരിട്ട് പോയിട്ട് പൈസ അടച്ച് അതിനകത്ത് പഠിക്കാനോ അതിനകത്ത് ടൂൾസ് ഉപയോഗിക്കാനോ പലരും അതിന്റെ പ്രീമിയം അക്കൗണ്ടിലേക്ക് പോകാനോ പലരും ശ്രമിക്കാറ് തന്നെയില്ല. കാരണം എന്താ വെച്ചാൽ ബേസിക് അറിയാതെ അപ്പുറത്തേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇതിന്റെ ബേസിക്സ് എല്ലാം അറിയാനായിട്ട് അതുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇന്റഗ്രേറ്റ് വിത്ത് വൺ ഓഫ് ദി ലാർജസ്റ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡേഴ്സ് ആണ്, അല്ലെങ്കിൽ ടെക്നിക്കൽ ഡാറ്റ പ്രൊവൈഡേഴ്സ് ആണ് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ബിറ്റ്ഗെറ്റ്. ബിറ്റ്ഗെറ്റ് എന്ന് പറയുന്നത് സൈസിലസ് ബേസ് ചെയ്തിട്ടുള്ള വേൾഡിലെ 3rd ലാർജസ്റ്റ് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആണ് ബിറ്റ്ഗെറ്റ് എന്ന് പറയുന്നത്. ബിറ്റ്ഗെറ്റുമായിട്ടാണ് പാർട്ണർ ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ UAE ബേസ്ഡ് ആയിട്ടുള്ള കാൾട്ടൺ എന്ന് പറയുന്ന ഒരു പ്രോമിനന്റ് ഫോറക്സ് എക്സ്ചേഞ്ചുമായിട്ടാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അവർക്ക് തന്നെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഫോറക്സ് ട്രേഡിംഗ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ദുബായ് ബേസ്ഡ് ആയിട്ട്, ഡെൽറ്റ എന്നൊക്കെ പറഞ്ഞിട്ട്. അത്രയും വലിയ ഒരു സെറ്റപ്പ് ഉള്ള ഒരു സിസ്റ്റമാണ് കാൾട്ടൺ എന്ന് പറയുന്നത്. അത്തരം കമ്പനികളുമായിട്ടാണ് മാർക്കറ്റ് ആൽഫ ക്വസ്റ്റ് പാർട്ണർ ചെയ്തിട്ടുള്ളത്. എന്തിനാണ് മാക്ലേൺ എന്ന് പറയുന്നത്? മാക്ലേൺ എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താ? ആക്സസ് ടു ടൂൾസ് ആൻഡ് ഇൻസൈറ്റ്സ് ഫ്രം ലീഡിംഗ് പ്ലാറ്റ്ഫോംസ്. വലിയ വലിയ പ്ലാറ്റ്ഫോംസിലുള്ള ടൂൾസും ഇൻസൈറ്റ്സും നമുക്ക് ചെയ്യാൻ പറ്റും. ടൈലേർഡ് ഫോർ ബിഗിനേഴ്സ്, ഫ്രഷ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഗൈഡൻസും ആയിട്ടാണ്. അതായത് ഓരോ പ്രോസസ്സും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പുതിയ ആൾക്കാർക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. ഓപ്പർച്യൂണിറ്റി ടു ഗെയിൻ പ്രൊഫഷൻസി ഇൻ ക്രിപ്റ്റോ ആൻഡ് ഫോറക്സ് ട്രേഡിംഗ്. അതായത് ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്ന ലെവലിലേക്ക് ഒരു സാധാരണക്കാരന് എത്തിച്ചേരാനും ട്രേഡിംഗ് പഠിച്ചു കൊണ്ടുവന്ന് അതിനുള്ള ബേസിക്സ് മനസ്സിലാക്കാനും ഉള്ള ഒരു രീതിയിലേക്കാണ് മാക്ലേൺ എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
ആൻഡ് ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊരു കാര്യം എന്താ, ഒരു ഗെയിമിഫൈഡ് എക്സ്പീരിയൻസ്. വെറുതെ ഇരുന്ന് പഠിക്കാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു ഇന്ററാക്റ്റീവ് ആയിട്ട് ലേൺ ചെയ്യുന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്നതിന്റെ കൂടെ കുറെ എക്സാമിനേഷൻ ഒക്കെ ഉണ്ടായിരിക്കും. ആ എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞാൽ കുറച്ച് മാക് ടോക്കൺസ് കിട്ടും. അതേമാതിരി തന്നെ വെർച്വൽ ട്രേഡിംഗ്, വെർച്വൽ യൂണിവേഴ്സിറ്റി വെച്ചുകൊണ്ട് നമ്മൾ പൈസ ഇറക്കാതെ ട്രേഡ് ചെയ്യാം. ട്രേഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് കുറച്ച് മാക് ടോക്കൺസ് നമുക്ക് ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ മാക് ടോക്കൺസ് ഏൺ ചെയ്യാം. അല്ല നഷ്ടം വരികയാണെന്നുണ്ടെങ്കിൽ മാക് ടോക്കൺസ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്യും. അത്തരത്തിലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത ഒരു സിസ്റ്റം കൂടി ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കമ്മ്യൂണിറ്റി ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഗെയിമിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് മാക്ലേൺ കൊടുക്കുന്നത്. ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ മോഡൽ എന്ന് പറയുന്നത് USDT ആണ്. ഈ USDT എന്ന് പറയുന്ന സമയത്ത് ഇതൊരു ക്രിപ്റ്റോ കറൻസിയാണ്. ഇവിടെ നമ്മൾ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ക്രിപ്റ്റോ, ഇതിനകത്ത് 2-3 പോയിന്റുകൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഒരു കറൻസി അല്ല, മറിച്ച് ഒരു അസറ്റാണ്. അപ്പൊ അസറ്റിനെ ഇവിടെ നമ്മൾ ഒരാൾ പോലും ഈ മാക്ലേൺ എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഇന്ത്യൻ റുപ്പീസ് കൊടുക്കാൻ സാധിക്കില്ല. ഇപ്പൊ ഞാൻ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, സാറേ ഞാൻ 9,000 രൂപ കൊടുത്തിട്ട് ഇതിനകത്ത് ജോയിൻ ചെയ്തു. 9,000 രൂപ കൊടുത്തുകൊണ്ട് ഒരിക്കലും ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടത് ക്രിപ്റ്റോ കറൻസി ആയിട്ടുള്ള USDT ആണ്. $100 USDT കൊടുത്തുകൊണ്ട് മാത്രമേ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതൊരു ഇന്റർനാഷണൽ കൺസെപ്റ്റ് ആണ്. ഇതിന് ഇന്ത്യയിൽ ഓഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതിന്റെ എല്ലാ കൺട്രോൾ ചെയ്യപ്പെടുന്നത് UK ബേസ്ഡ് ആണ്. ഇതിന്റെ നിയമവശങ്ങളും UK ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഇവിടെ നമ്മൾ 100 USDT കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതിനകത്തുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ, കമ്മീഷൻ ഡിസ്ട്രിബ്യൂഷൻ ഒരിക്കലും ഇന്ത്യൻ റുപ്പീസിൽ ഒന്നും ചെയ്യുന്നില്ല. ഒരു കറൻസിയിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ ഇതിനകത്ത് ചെയ്യുന്നില്ല. ഇതിനകത്ത് USDT മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. കാര്യം ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ആയത് കാരണം ഏത് കറൻസി എങ്ങോട്ട് പോകുന്നു, ആർക്കൊക്കെ എത്ര പോകുന്നു, എവിടെ നിന്ന് പോകുന്നു, ഇതെല്ലാം വളരെ ട്രാൻസ്പെറന്റ് ആണ്. ആർക്ക് വേണമെങ്കിലും BSC സ്കാൻ എന്ന് പറയുന്ന ഇതെടുത്തു കഴിഞ്ഞാൽ ഇത് ഏത് അക്കൗണ്ടിൽ നിന്ന് ഏത് അക്കൗണ്ടിലേക്ക് പോയി, എപ്പോൾ പോയി, എവിടെ എത്തി എന്നുള്ള ഡീറ്റെയിൽസ് മുഴുവൻ അറിയാവുന്ന തരത്തിൽ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ക്രിപ്റ്റോ കറൻസി ക്യാഷുമായി എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് നിയമപരമായ തടസ്സങ്ങൾ ഉണ്ട്. വ്യക്തിപരമായി പരസ്പരം അറിയുമെങ്കിൽ ചെയ്യാമെന്നല്ലാതെ ലീഗലായിട്ട് ചെയ്യാനുള്ള സ്ഥലം എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ആണ്. എക്സ്ചേഞ്ചിൽ കൂടി മാത്രമാണ് നമ്മൾക്ക് USDT ഇന്ത്യൻ റുപ്പീസ് ആക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ പോയിട്ട് ഇന്ത്യയിലെ ഷെയർസ് വന്നിട്ട് നമുക്ക് മേടിക്കാൻ ഷെയർ മാർക്കറ്റ് ഉണ്ട്, എക്സ്ചേഞ്ചസ് ഉണ്ട്. അവിടെ നിന്നാണ് നമുക്ക് ഷെയർ മേടിക്കാൻ പറ്റുക. നമുക്ക് പരിചയത്തിന്റെ പേരിൽ എൻ്റെ കയ്യിരിക്കുന്ന ഷെയർ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സനോജിന് കൊടുക്കാം, സനോജിന്റെ കയ്യിരിക്കുന്ന ഷെയർ എൻ്റെ കൊടുത്ത് എനിക്ക് പൈസ മേടിക്കാം. ബട്ട് ഇതൊരു ലീഗൽ ട്രാൻസാക്ഷൻ അല്ല. ഇതിന് നമുക്ക് അക്കൗണ്ട് ചെയ്യാനും പറ്റില്ല. ഞാൻ ഇത്ര രൂപ ഇയാൾക്ക് USDT മേടിക്കാൻ കൊടുത്തു എന്നും പറഞ്ഞിട്ട് നമുക്ക് അക്കൗണ്ട് ചെയ്യാൻ സാധിക്കില്ല. അല്ലെങ്കിൽ USDT വിറ്റു, എനിക്ക് ഇത്ര ഇൻകം കിട്ടി എന്നും പറഞ്ഞ് നമ്മൾ വ്യക്തികളുടെ കയ്യിൽ നിന്ന് മേടിച്ചാൽ അതൊരു നമ്മളുടെ വരുമാനമായിട്ട് അക്കൗണ്ട് ചെയ്യാനും പറ്റില്ല. ഇവിടെ നമുക്ക് അക്കൗണ്ട് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇന്ത്യൻ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളിൽ നിന്ന് നമ്മൾ ഇന്ത്യൻ റുപ്പീസ് കൊടുത്തുകൊണ്ട് ക്രിപ്റ്റോ കറൻസി വാങ്ങുകയും ഈ വാങ്ങിയ ക്രിപ്റ്റോ കറൻസി വിൽക്കുന്ന സമയത്ത് ഇതേപോലെ ഇന്ത്യൻ എക്സ്ചേഞ്ചുകളിൽ വിൽക്കുകയും അത്തരത്തിൽ നമ്മൾക്ക് ലഭിക്കുന്ന ലാഭത്തിന് 30% ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കുന്നതിനുള്ള വ്യവസ്ഥകളുമാണ്. അതായത് ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡ് ചെയ്ത് കിട്ടുന്ന ലാഭത്തിന് നമ്മൾ ഷെയർ ട്രേഡ് ചെയ്ത് കിട്ടുന്ന ലാഭമോ അല്ലെങ്കിൽ ലാൻഡ് റിയൽ എസ്റ്റേറ്റ് ചെയ്ത് ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ ആ ലാഭത്തിനോ വരുന്ന എല്ലാ ടാക്സും ക്രിപ്റ്റോ കറൻസിക്ക് ബാധകമാണ്. ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, സ്ഥലം മേടിക്കുന്ന സമയത്ത് 1 ലക്ഷം രൂപയ്ക്ക് സ്ഥലം മേടിച്ചു, 20,000 രൂപയായിരിക്കും നമ്മൾ ആധാരത്തിൽ കാണിക്കുക. 20,000 രൂപ മാത്രമേ ലീഗൽ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള 80,000 ബ്ലാക്ക് മണി അല്ലേ എന്ന് വെച്ചാൽ ആണ് എന്നുള്ളത് തന്നെയാണ് സത്യം. എന്ന് പറയുന്ന പോലെ ക്രിപ്റ്റോ കറൻസി നമ്മൾ വേറൊരാൾക്ക് കൊടുത്ത് ക്യാഷ് മേടിക്കുക അല്ലെങ്കിൽ ക്യാഷ് കൊടുത്ത് ക്രിപ്റ്റോ കറൻസി മേടിക്കുക ചെയ്യുകയാണെങ്കിൽ അതൊരു ലീഗൽ ട്രാൻസാക്ഷൻ ആവില്ല. എക്സ്ചേഞ്ചിൽ കൂടി വരുമ്പോൾ മാത്രമാണ് ലീഗൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആവുക എന്നുള്ളത് ഇത് ചെയ്യുന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ പരിചയമുള്ളവരിൽ നിന്നല്ലാതെ ക്രിപ്റ്റോ കറൻസി ട്രാൻസാക്ഷൻസ് നടത്തുന്നത് പലപ്പോഴും റിസ്ക് ഉള്ള ഒരു കാര്യമാണ് എന്നും കൂടി മനസ്സിലാക്കുക. പരിചയത്തിലുള്ള ആൾക്കാരൊന്നും മേടിക്കാൻ കുഴപ്പമില്ല, നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിന്റെ പേരിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ആ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ഗവൺമെന്റ് നിയമപ്രകാരം ലീഗലായിട്ടുള്ള ട്രാൻസാക്ഷൻ എക്സ്ചേഞ്ച് വഴി മാത്രമാണ്. നൗ ഈ മാക്ലറിനെ സംബന്ധിച്ചിടത്തോളം മാക്ലർ ഒരു 100% ഡെവലപ്പ് ചെയ്ത് 5 വർഷമായിട്ടോ 10 വർഷമായിട്ടോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കൺസെപ്റ്റ് അല്ല. ഇറ്റ് ഈസ് വെരി ന്യൂ. ഈ നവംബറിലാണ് ഇതിന്റെ ബീറ്റ വേർഷൻ ലോഞ്ച് ചെയ്തത്. ബീറ്റ വേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ട് ഇതിനകത്ത് ചിലപ്പോൾ ചെറിയ ചെറിയ എറേഴ്സ് ഒക്കെ ഉണ്ടാവും. ഈ എറേഴ്സ് ഒക്കെ കറക്റ്റ് ചെയ്യണമെങ്കിൽ ജെനുവിൻലി മാർക്കറ്റിൽ വർക്ക് ചെയ്താൽ മാത്രമേ എറേഴ്സ് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന യൂസേഴ്സിന്റെ അടുത്ത് ഒരുപാട് ഫീഡ്ബാക്സ് നമുക്ക് വരും. ഇന്ന മാതിരി വേണം, ഇന്ന മാതിരി കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു. ഈ ഫീഡ്ബാക്സ് വെച്ചുകൊണ്ട് ഈ സോഫ്റ്റ്വെയറിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ഇതിന്റെ ബീറ്റ വെർഷന്റെ ഡെവലപ്മെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ചെറിയ ചെറിയ ബഗ്സ് ഉണ്ടാവും, ചിലപ്പോൾ എററുകൾ ഉണ്ടാവും. ആ എററുകൾ ഫിക്സ് ചെയ്യുന്ന സമയമാണ് ബീറ്റ വെർഷൻ. അപ്പൊ ഇതിനകത്ത് ഇപ്പോൾ ഉള്ള ആ ഒരു വെർഷൻ മാത്രമല്ല, ഇതിനകത്ത് ഒരുപാട് അപ്ഡേറ്റുകൾ ഇനിയും വരാനിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല. ഇതിനകത്ത് ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് ഇനിയും വരാനിരിക്കുന്നുണ്ട്. ഇതിന്റെ വെറും ബീറ്റ വെർഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ഫീഡ്ബാക്കും എക്സ്പീരിയൻസും വെച്ചിട്ടുള്ള ഒരുപാട് മറ്റേ സജഷൻസോട് കൂടിയാണ് ഈ കമ്പനി ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് ബേസിക്കലി ഒന്നുകൂടി എടുത്ത് പറയുന്നു, ഇറ്റ്സ് എ സ്റ്റാർട്ടപ്പ് കമ്പനി. ഇതൊരിക്കലും വർഷങ്ങളായി സോഫ്റ്റ്വെയർ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി. ഇറ്റ്സ് എ സ്റ്റാർട്ടപ്പ് കമ്പനി. ആ സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഒരു സ്റ്റാർട്ടപ്പ് ഇനിഷ്യേറ്റീവ് ആണ് മാക്ലർ എന്ന് പറയുന്നത്. അതിൻ്റെതായ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, പക്ഷെ ഒരു ലോങ് ടേമിലേക്ക് വലിയൊരു കാഴ്ചപ്പാടോടുകൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അതിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ നമ്മൾക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നില്ല. ഇന്ന് ഏറ്റവും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മാക്ലർ പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷന് ഇന്ന് മാർക്കറ്റിലുള്ളതിൽ ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള ഫീസിലാണ് മാക്ലർ കിട്ടുന്നത്. അതായത് 9,000 രൂപയ്ക്ക് ഇത്രയും വലിയൊരു കോഴ്സ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എവിടെ പോയി ഫിസിക്കൽ ആയിട്ടുള്ള ട്രെയിനിങ് ആയിക്കോട്ടെ, ഓൺലൈൻ ആയിട്ടുള്ള ട്രെയിനിങ് ആയിക്കോട്ടെ, ഇതിൽ ചിലപ്പോൾ ക്രിപ്റ്റോ കറൻസിയുടെ ഭാഗത്തിന് മാത്രമായിട്ട് തന്നെ ഇതിലധികം പണം കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. കാര്യം ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കൊന്നും ക്ഷാമമൊന്നുമില്ല. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫീസുകളൊക്കെ ഭയങ്കര ഹ്യൂജ് ആണ്. പക്ഷെ അവിടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ മാത്രമേ നമുക്ക് ബന്ധപ്പെടാൻ പറ്റുള്ളൂ. ഇവിടെ വേൾഡ് ഓവറുള്ള ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയിലേക്ക് നമുക്ക് എക്സ്പോഷർ കിട്ടുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഒരു ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഒരാളോട് സംസാരിക്കുകയോ കാര്യങ്ങളോ ഇതിനെപ്പറ്റി പറയുമ്പോഴോ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞു തന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഇതിന്റെ ടെക്നിക്കൽ സ്റ്റേജിലേക്ക് കടന്നു പോവാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. നിങ്ങളെ എല്ലാവർക്കും സംശയങ്ങൾ ചോദിക്കാനായിട്ട് സ്വയം മ്യൂട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഹലോ സനോജ്, ഇത്ര നേരം ഞാൻ പറഞ്ഞാലും കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. ഓക്കെ, ആരും ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് വെച്ചാ. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടോ അതിനകത്ത്? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ക്ലാരിറ്റി വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇതൊരു ഇന്ററാക്ഷൻ സെഷൻ ആണ്. ഇതൊരു നമുക്ക് ഡൗട്ട് വെച്ച് മൂവ് ചെയ്യരുത്. നിങ്ങൾ ഇതിനകത്ത് ക്ലാരിറ്റിയോട് കൂടിയിട്ട് മുമ്പോട്ട് പോയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. കാര്യം ഞാൻ 1-2 അനുഭവങ്ങൾ ഞാനിങ്ങനെ കേട്ടു. വളരെ ക്ലാരിറ്റി ഇല്ലാതെ നമ്മൾ പല കാര്യങ്ങളും പറയുന്നതിന്റെ പേരിൽ പോയിട്ട് അബദ്ധങ്ങളിൽ ചാടുന്ന പല അവസരങ്ങളും ഞാൻ കാണുന്നുണ്ടായി. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന ഈ കാര്യങ്ങൾ. മുരളി സാർ, ഒരു ഡൗട്ട് ചോദിച്ചോളൂ. ഇപ്പൊ നമ്മളിപ്പോ ഈ മാക്ലറിലുള്ള മൊഡ്യൂളുകളുടെ കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ അതിലിപ്പോ ഇംഗ്ലീഷ് അറിയാത്ത ഒരാളെ സംബന്ധിച്ച് എന്താണ് അവർ ചെയ്യുക? അവർക്ക് ഇത് ഏകദേശമൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ കൂടി മലയാളത്തിന്റെ എന്തെങ്കിലും ഇതിൽ നിന്ന് ലഭ്യമാകുമോ? നിലവിൽ ഇതിനകത്ത് മലയാളം ലഭ്യമാകാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതിന്റെ പ്രധാന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവര് ട്രാൻസ്ലേഷനുള്ള പ്രോഗ്രാംസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ഫുൾ വെർഷനിലേക്ക് എത്തുന്ന സമയത്ത് ഇതിന്റെ ട്രാൻസ്ലേഷൻസ് വരും. പക്ഷെ മലയാളം ട്രാൻസ്ലേഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അർത്ഥം മാറിപ്പോകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. കാര്യം ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മലയാളം ട്രാൻസ്ലേഷൻ അവൈലബിൾ ആയിട്ടില്ല. അതേസമയം ഹിന്ദി ഒന്നും വലിയ കുഴപ്പമില്ല. ഹിന്ദിയിലൊക്കെ ട്രാൻസ്ലേഷൻസ് അവൈലബിൾ ആയിരിക്കും, ഫ്രഞ്ചിൽ അവൈലബിൾ ആയിരിക്കും, ലാറ്റിനിൽ അവൈലബിൾ ആയിരിക്കും, അറബിയിൽ അവൈലബിൾ ആയിരിക്കും. ഇതെല്ലാം നാളെ അവൈലബിൾ ആവാൻ അതിനകത്ത് സിസ്റ്റത്തിനകത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഏത് ലാംഗ്വേജ് തിരഞ്ഞെടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കാനുള്ള സംവിധാനം എല്ലാം വരുന്നുണ്ട്.
പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഓക്കെ. മലയാളത്തിലേക്ക് സാധിക്കും തോന്നുന്നില്ല. ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മലയാളം മനസ്സിലാവുന്ന, ഇംഗ്ലീഷ് മലയാളം മനസ്സിലാവുന്ന ആളുകൾ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ടീമിന് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഓൾറെഡി ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓരോ അനൗൺസ് ചെയ്യും, നമ്മുടെ ഡേറ്റുകൾ അനൗൺസ് ചെയ്യും. ആ സമയത്ത് നമ്മളുടെ മെമ്പേഴ്സിന് ആ ട്രെയിനിങ് പ്രോഗ്രാംസ് നമുക്ക് അറ്റൻഡ് ചെയ്യാം. അല്ല, ഓക്കെ ഓക്കെ. നമ്മൾ അത് കമ്പനിയുടെ ഭാഗമായിട്ടല്ല, അല്ല മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടല്ല, കമ്പനിയുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടല്ല, ഭാഗമായിട്ട്. ടീമിന്റെ ഭാഗമായിട്ട്. കാര്യം കമ്പനിയുടെ അല്ല ഭാഗമായിട്ട് ഒരു അവർ മിനിറ്റ് ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇന്ന് നമ്മുടെ ഷെഡ്യൂള് അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഓക്കെ മാക്ലിനിലുണ്ട്. അത് നമ്മുടെ മാക് ലീഡേഴ്സിൽ ആ ഗ്രൂപ്പിൽ ഞാൻ അയച്ചിട്ടുണ്ട് ഷെഡ്യൂൾസ്. ഫൈൻ. ഓക്കെ. അത് കമ്പനിയുടെ ട്വൈസ് ഇൻ എ ഭാഗമായിട്ടല്ല, വീക്ക് അല്ലേ? കമ്പനിയുടെ ഭാഗമായിട്ടല്ല. അനസർ ഒന്നും ക്ലാരിറ്റി ചെയ്തിരുന്നു, ഇത് കമ്പനിയുടെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. കാര്യം അവരാരും മലയാളത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ ആൾക്കാരില്ല അവിടെ. നമുക്ക് മലയാളം എന്ന് അറിയുന്ന ആൾക്കാർ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. അവർക്ക് അവർ തരുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെ തരുള്ളൂ. നമ്മളത് ലീഡർഷിപ്പിൽ നിന്ന് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ. ഓക്കെ, വേറെന്തെങ്കിലും? ഹലോ ബിജു സാർ, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ. എന്നാ പിന്നെ നമുക്ക് അടുത്തയിലേക്ക് കടന്നാലും, നമുക്ക് മെയിൻ ആയിട്ട് ഉള്ള സെക്ഷനിലേക്ക് പോയാലോ? വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം. അടുത്ത സെഷനിൽ പോയ അതിന്റെ ഡൗട്ട്സുകളായിരിക്കും പിന്നെ വരിക. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ഇപ്പോ 1 by ആയിട്ട് നമുക്ക് ചോദിക്കാവുന്നേ ഉള്ളൂ. ഗണേഷ് സാർ, എന്തെങ്കിലും ഫീൽഡിലുള്ള ഡൗട്ടുകളോ കാര്യങ്ങളോ ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോ? സാറിന് ഫേസ് ചെയ്യുന്നതായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. ഗണേഷ് സാർ ഇല്ലേ? ഉണ്ടല്ലോ. പുള്ളി ട്രാവലിംഗിലാണ്, മുംബൈ പോയിക്കൊണ്ടിരിക്കും, ഇപ്പൊ എയർപോർട്ടിലാണ്. ഞാൻ ഓഡിയോ മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ, ട്രാവലിലാണ്. ഓക്കെ സാർ, നോ ഇഷ്യൂ, താങ്ക് യു. ഗണേഷ് സാറ് ഓൾറെഡി എയർപോർട്ടിലായിരിക്കും, അദ്ദേഹം ഒന്നും പറയാൻ പറ്റില്ല മറുപടി. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. പ്ലീസ് കണ്ടിന്യൂ സർ. യെസ്, ഓക്കെ. സോ നമുക്ക് എന്നാ ഇനി അടുത്ത സെഗ്മെന്റ് ടെക്നിക്കൽ ആയിട്ടുള്ള സെഷനിലേക്ക് കടക്കാം. നമ്മുടെ ഇതിനകത്ത് സൈനപ്പുകളും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. നേരെ വെബ്സൈറ്റിലേക്ക് തന്നെ കടക്കാം. കാണാനുണ്ടല്ലോ അല്ലേ വെബ്സൈറ്റ്? സ്ക്രീൻ കാണാവോ? കാണുന്നുണ്ട്. നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ marketalphabacus.com/maclon എന്ന് പറയുന്ന ഈ ഒരു അഡ്രസ്സിലേക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കടന്നു വരുന്ന ഒരു പേജ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു പേജിലേക്കായിരിക്കും നമ്മൾ കടന്നു വരിക. ഇതിനകത്ത് നമുക്ക് അതിന്റെ സൗണ്ട് കട്ടായി പോകുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ഹലോ, ചെറുതായിട്ട് കട്ടായി. എനിക്കിവിടെ മെസ്സേജ് വന്നു, അതായത് സൗണ്ട് ക്ലാരിറ്റി കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ്. കാണാമല്ലോ അല്ലേ? ഫൈൻ. സോ നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും നമുക്ക് ഇവിടെ വരിക. ഇവിടെ 3 കാര്യങ്ങളുള്ളത്. ഒന്ന് അഫിലിയേറ്റ് ഡീറ്റെയിൽസ്, ബ്രൗസ് ട്യൂട്ടോറിയൽസ്, മൈനിങ് വിത്ത് മാക് ട്രേഡിംഗ്. അതായത് നേരിട്ട് കിടക്കാവുന്ന 3 മേഖലകളാണ് ഇവിടെ പറയുന്നത്. ഇതിൽ ഒന്ന് ബ്രൗസ് ട്യൂട്ടോറിയൽസ് ബ്രൗസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു യൂസറെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തേത്. ഈ ആദ്യത്തെ ഇവിടെ മോഡ്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അൺകംപ്ലീറ്റഡ് മോഡ്യൂൾസ് ഉണ്ട്. ഓരോ മോഡ്യൂളുകളും വന്നിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത മോഡ്യൂളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടെ ആദ്യത്തെ മോഡ്യൂൾ നേരിട്ട് പോയിട്ടുന്ന അവസാനത്തെ കയറി പഠിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ why are you in a hurry, please complete the previous module to unlock this one എന്ന് പറഞ്ഞുള്ള മെസ്സേജ് വരും. എന്ന് വെച്ചാൽ ഒന്നിൽ നിന്ന് വേണം പഠിച്ചു പോകാൻ. ഒന്നാമത്തെ മോഡ്യൂൾ കഴിഞ്ഞിട്ടേ അടുത്ത മോഡ്യൂളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ആദ്യത്തെ മോഡ്യൂൾ നമ്മൾ എടുക്കുന്നു. ആദ്യത്തെ മോഡ്യൂളിനകത്ത് വരുന്നത് മോഡ്യൂൾസ് ആണ്. 1, 2 മോഡ്യൂൾസ്, 4, 6 മോഡ്യൂൾസ്, 7 മോഡ്യൂൾസോളം അതിനകത്തുണ്ട്. ഈ മോഡ്യൂൾസിൽ ഓരോ മോഡ്യൂളുകളും
നമുക്ക് പഠിക്കാം. എന്താണ് ക്രിപ്റ്റോ കറൻസി, എങ്ങനെയാണ് ക്രിപ്റ്റോ കറൻസി വർക്ക് ചെയ്യുന്നത്, അഡ്വാൻറ്റേജസ് ഓഫ് ക്രിപ്റ്റോ കറൻസി, ബിറ്റ് കോയിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അങ്ങനെ ഓരോ മേഖലകളും നമ്മൾ പഠിച്ചു വരാം. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസി മാത്രം ഞാനിങ്ങനെ ആദ്യത്തെ പേജ് എടുത്തുകൊണ്ട് ക്രിപ്റ്റോ കറൻസി മാത്രമാണ് പഠിക്കാനുള്ളത് എന്നില്ല കേട്ടോ. നമുക്കിവിടെ മോഡ്യൂൾസ് എടുക്കുന്ന സമയത്ത് നമുക്ക് മോഡ്യൂൾസ് വന്നിട്ട് ക്രിപ്റ്റോസിന്റെ ഉണ്ട്, ഫോറക്സിന്റെ ഉണ്ട്. ഇവിടെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, ക്രിപ്റ്റോ മോഡ്യൂൾസ്, ഫോറക്സ് മോഡ്യൂൾസ് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. ഫോറക്സ് മോഡ്യൂൾ ആണ് തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ബേസിക്സ് ഓഫ് ഫോറക്സ് ട്രേഡിംഗ് നമുക്ക് തൊട്ട് തുടങ്ങാൻ സാധിക്കും. ഇവിടെ നമുക്ക് ബേസിക്സ് ഓഫ് ഫോറക്സ് ട്രേഡിംഗ് വരുന്ന സമയത്ത് അത് നേരിട്ട് തുറക്കാം. ഹിസ്റ്ററി ഓഫ് ഫോറക്സ് ട്രേഡിംഗ്, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അതിനകത്ത് പുതിയ ഡാറ്റാസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഫുൾ ആയിട്ടുള്ള ഡാറ്റാസ് കാണാത്തത്. അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഫോറക്സും നമുക്ക് ഫോറക്സ് വേണമെങ്കിൽ ഫോറക്സ്, ക്രിപ്റ്റോ വേണമെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ, ഇതിൽ ഏത് മോഡ്യൂൾസ് വേണമെന്നുണ്ടെങ്കിലും ക്രിപ്റ്റോ ആണോ ഫോറക്സ് ആണോ നമുക്ക് തിരഞ്ഞെടുത്ത് നമുക്ക് ആ മോഡ്യൂൾസ് ഓരോന്നോരോന്ന് പഠിക്കാൻ പറ്റും. ഓരോ മോഡ്യൂൾസും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മോഡ്യൂൾ എടുക്കുകയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു മോഡ്യൂൾ എടുക്കുകയാണ്, ഹിസ്റ്ററി ഓഫ് ഫോറക്സ് എന്ന് പറയുന്ന ഒരു മോഡ്യൂൾ എടുത്തു. ആ മോഡ്യൂൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെല്ലാം പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്തൊരു വീഡിയോ ഉണ്ടായിരിക്കും. ആ വീഡിയോയ്ക്കകത്ത് നമുക്ക് ഇൻഫർമേഷൻസ് ഉണ്ടാവും. ഇതെല്ലാം വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും താഴെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. വാട്ട് ഇവന്റ് ലെഡ് ടു ദ എൻഡ് ഓഫ് ബ്രെട്ടൺ വുഡ്സ് എഗ്രിമെന്റ്? ഈ ബ്രെട്ടൺ വുഡ്സ് എഗ്രിമെന്റ് അവസാനിക്കാനുണ്ടായ കാരണം എന്താണ്? ഇതിന് ശരിയായ 4 ആൻസറുകൾ കൊടുത്തിട്ടുണ്ടാവും. ശരിയായ ആൻസർ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് സംഭവിക്കും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക് കോയിൻസ് റിവാർഡായിട്ട് കിട്ടും. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മാക് ടോക്കൺസ് നഷ്ടപ്പെടും. ക്ലിയർ ആണോ? എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിട്ട് ക്ലിയർ ആണോ? ഹലോ, കേൾക്കുന്നില്ലേ? ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മളുടെ ആദ്യത്തെ കാര്യമായിട്ടുള്ള മോഡ്യൂൾസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വരുന്നത് നമുക്ക് മാർക്കറ്റ്സിന്റെ, ഇവിടെ നമുക്ക് മോഡ്യൂളുകളെ പോലെ തന്നെ മാർക്കറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും. മാർക്കറ്റിൽ ഫോറക്സിന്റെ ക്രോസ് റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ഫോറക്സ് കറൻസികളുടെയും കറണ്ട് നിലവിലുള്ള റേറ്റുകൾ തമ്മിലുള്ള റേറ്റുകൾ. ഈ റേറ്റുകൾ എങ്ങനെയാ നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂറോ എഗെയിൻസ്റ്റ് യു എസ് ഡി 1.03935 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 യൂറോ കൊടുത്താൽ 1.03933 USDT കിട്ടും. അത് ജാപ്പനീസ് യെൻ ആണെന്നുണ്ടെങ്കിൽ 163 ആണ് കിട്ടുക. ഇത് ഗ്രേറ്റ് ബ്രിട്ടൻ പൗണ്ട് ആണെങ്കിൽ 1 യൂറോ കൊടുത്താൽ 0.82 പൗണ്ടേ കിട്ടുള്ളൂ. ഇങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അപ്പൊ ഈ ഫോറക്സ് ട്രേഡിങ്ങിന്റെ ബേസിക് ഇത് തന്നെയാണ്. ഏതെങ്കിലും ഒരു പെയറിൽ ട്രേഡ് ചെയ്യുക, ഈ റേറ്റുകൾ ഇങ്ങനെ മേപ്പോട്ടും പോയിക്കൊണ്ടിരിക്കും. നമ്മൾ മേടിക്കുന്നു, ആ മാർക്കറ്റ് മേപ്പോട്ടാണ് പോകാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മളത് വാങ്ങുന്നു, മുകളിലേക്ക് പോകുമ്പോൾ അത് വിൽക്കുന്നു, ലാഭം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ ട്രേഡിങ്ങിനകത്ത് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യമുള്ളത്. അപ്പൊ അതിന് നമുക്കിവിടെ ഫോറക്സിന്റെ ലൈവ് മാർക്കറ്റ് റേറ്റ്സ് നമുക്ക് കിട്ടും. ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ടീം വ്യൂവർ എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. ടീം വ്യൂവർ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് നമുക്ക് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതേപോലെ തന്നെ ഫോറക്സിന്റെ ക്രിപ്റ്റോ ഹീറ്റ് മാപ്പ്, ക്രിപ്റ്റോ കറൻസിയുടെ ഹീറ്റ് മാപ്പുകൾ നമുക്കറിയാം. ഏതൊക്കെ കറൻസികളാണ് ഇപ്പൊ ഭയങ്കര പോസിറ്റീവായിട്ട് നിൽക്കുന്നത്, ഏതൊക്കെയാണ് ഇപ്പൊ ബിറ്റ് കോയിൻ ആണ് ഇപ്പോൾ ഹൈലി പോസിറ്റീവായിട്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള കറൻസികളുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇത്തേറിയം ഉണ്ട്, XRP ഉണ്ട്, BNB ഉണ്ട്, സൊലാന ഉണ്ട്. ഇന്ന് 3.7% സൊലാന കയറിയിട്ടുണ്ട്. XRP 2.35% കയറിയിട്ടുണ്ട്. എന്നാൽ ഈ കോയിനാണ് നെഗറ്റീവായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നോക്കി പെട്ടെന്നൊരു ഔട്ട്ലുക്ക് കിട്ടാനായിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് ഇരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ലൈവ് ചാർട്ട്, മാർക്കറ്റിൽ ലൈവായിട്ടുള്ള റിയൽ ടൈം ചാർട്ട്, എന്തൊക്കെയാണ് ഇതിന്റെ റേറ്റുകൾ, എങ്ങനെയാണ് ഇത് റേറ്റ് പോകുന്നത്, മാർക്കറ്റിന്റെ ചാർട്ട് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് ഇവിടെ കിട്ടും. ബിറ്റ് കോയിന്റെ ആണെങ്കിൽ ആ ബിറ്റ് കോയിന്റെ ചാർട്ട് നമുക്കിപ്പോ കോയിൻ മാറ്റണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള സംവിധാനമുണ്ട്. അതൊക്കെ ഇനിയിപ്പോ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിൽ പലതും ഇനിയിപ്പം ആയി വരുന്നതേ ഉള്ളൂ. ചില BTC USDT മാത്രമാണ് ഇപ്പൊ ഇതിനകത്ത് ആഡ് ചെയ്ത് കാണുന്നത്. ഇനി ഫർദർ ആയിട്ട് നമുക്ക് മറ്റുള്ള കോയിനുകളും കൂടി, എത്തേറിയം തുടങ്ങിയിട്ടുള്ള കോയിനുകളും സ്റ്റോക്സും ഫോറക്സിന്റെയും എല്ലാം നമുക്ക് ലൈവ് ചാർട്ടുകൾ കിട്ടാനുള്ള സംവിധാനവും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഇപ്പൊ നമുക്ക് സ്റ്റോപ്പ് ലോസും ട്രെയിലി എന്താ പറയുക ടേക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അതൊക്കെ നമുക്ക് ഇട്ടുകൊണ്ട് വെർച്വൽ ആയിട്ടുള്ള ട്രേഡിങ്ങിനുള്ള സംവിധാനങ്ങളും ഓൾറെഡി ഇതിനകത്തുണ്ട്. എന്താ പറയുക, നമുക്ക് വെർച്വൽ ട്രേഡിംഗ് ചെയ്യാനായിട്ട് ഉള്ള സംവിധാനം നമുക്കിവിടെ ഓൾറെഡി ഉണ്ട്. പക്ഷെ അത് എല്ലാ കോയിനുകളിലും, ഇതെനിക്ക് സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക്? ഹലോ, ഞാൻ ചേഞ്ച് ചെയ്യുന്നത് ഇവിടെ കാണുന്നുണ്ടോ? ഇല്ല.
ചേഞ്ച് ചെയ്ത സ്ക്രീൻ കാണില്ല. ഓക്കെ, സ്ക്രീൻ കാണാമല്ലോ ഇപ്പോ. ഇപ്പൊ കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് ചാർട്ടുകൾ കാണാം. ഓക്കെ, ലൈവ് ചാർട്ടുകൾ കാണാം. അതേപോലെ മാർക്കറ്റിനകത്ത് നമുക്ക് കാണുന്ന ക്രിപ്റ്റോ ഹീറ്റ് മാപ്പ് കാണാം. മാർക്കറ്റ് സെലക്ട് ചെയ്ത് ക്രിപ്റ്റോ ഹീറ്റ് മാപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് മാപ്പ് കാണാം ക്രിപ്റ്റോസിന്റെ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് മാർക്കറ്റിലുള്ള മറ്റേ നേരത്തെ ഞാൻ പറഞ്ഞു വന്നിരുന്നത് ഫോറക്സിന്റെ ക്രോസ് റേറ്റ്സ് കാണും. യൂറോ വേഴ്സസ് USD ആണെങ്കിൽ യൂറോ കൊടുത്താൽ എത്ര USD കിട്ടും, അല്ലെങ്കിൽ എത്ര JPY കിട്ടും എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. ഇതിന്റെ ട്രെൻഡ്സ് നമ്മൾ അനലൈസ് ചെയ്യാൻ സാധിക്കും. ട്രെൻഡ് അനലൈസ് ചെയ്യാനുള്ള ടൂൾസും കാര്യങ്ങളും ഇതിനകത്ത് നമുക്ക് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ട്രേഡിംഗ് ചെയ്യുന്ന മോക്ക് ട്രേഡിംഗ് നമുക്ക് ചെയ്യാം. മൈനിങ് മാക്കോയിൻസ് വിത്ത് ട്രേഡിംഗ്, റിയൽ ടൈം ചാർട്ടിനകത്ത് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്ത് നമുക്ക് ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇതിനെക്കുറിച്ചെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ആ ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് മാർക്കറ്റിനെ അനലൈസ് ചെയ്ത് കറക്റ്റ് സമയത്ത് ബൈ ചെയ്യുകയും കറക്റ്റ് സമയത്ത് സെല്ല് ചെയ്യുകയും ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. പ്രോഫിറ്റ് ഉണ്ടാക്കി പരിശീലിക്കാം. ലോസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ലോസ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതൊന്നും നമുക്ക് കാശ് ചെലവില്ലാതെ വെർച്വൽ ആയിട്ടുള്ള USDT വെച്ച് ചെയ്യുന്നതിനുള്ള സംവിധാനവും ഇതിനകത്ത് വരുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ആപ്ലിക്കേഷൻ നമുക്ക് തരുന്ന ബേസിക് ഫീച്ചേഴ്സ്. പിന്നെ ഇതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഇതിനകത്ത് പഠിക്കുന്ന കാര്യങ്ങൾ നേരത്തെ അനുസരിച്ച് ചോദിച്ച പോലെ തന്നെ മലയാളത്തിൽ നമ്മുടെ ടീമിന്റെ ഭാഗമായിട്ട് മലയാളത്തിൽ വിവർത്തനം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ എല്ലാം പല ലാംഗ്വേജുകളിലേക്കുള്ള വിവർത്തനങ്ങൾ സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കലി ചെയ്യാനുള്ള സംവിധാനങ്ങളായി വരുന്നുണ്ട്. അതെല്ലാം ഈ ബീറ്റ വേർഷന്റെ ഒരു ഫൈനലോട് കൂടിയിട്ട് അതെല്ലാം ആവും. കുറെ ഫീഡ്ബാക്സ് ജനങ്ങളുടെ കയ്യിൽ നിന്നുള്ള ഫീഡ്ബാക്സ് എടുക്കുന്നുണ്ട്. ഇതെല്ലാം എടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ഇത്രയും ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലാരിറ്റി ഉണ്ടോ? ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോകട്ടെ. ഇനി നമ്മുടെ അഫിലിയേറ്റ് പാർട്ടിലേക്ക് കൂടി പോവാം. അഫിലിയേറ്റ് പാർട്ടിലാണ് പലപ്പോഴും പലർക്കും പല ഡൗട്ടുകൾ വരുന്നത്. നമുക്ക് ഇതിനകത്ത് നമുക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് സിസ്റ്റം കൂടി ഇതിനകത്തുണ്ട്. നമുക്ക് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്ത് മറ്റുള്ളവർ ഈ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെതായ ഒരു ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അഫിലിയേറ്റ് ഡീറ്റെയിൽസിലേക്ക് കടക്കുന്ന പേജ്, അഫിലിയേറ്റ് ഡീറ്റെയിൽസ് പറയുന്നതിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേജിലേക്ക് കടക്കാൻ പറ്റും. ഇവിടെ നമുക്കൊരു വെൽക്കം ബോർഡ് കാണാം. ഇവിടെ നമ്മുടെ പേരുണ്ടാവും, നമ്മുടെ ഒരു യൂസർ നെയിം ഉണ്ടാവും, നമ്മുടെ ഇമെയിൽ അഡ്രസ് ഉണ്ടാവും, നമ്മുടെ റാങ്ക് ഏതാ. റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻ ചെയ്ത് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ റാങ്ക് ആണ്. മാക് അസോസിയേറ്റ് എന്ന് പറയുന്ന റാങ്കിലായിരിക്കും പുള്ളിയുടെ സ്റ്റാറ്റസ് ആക്റ്റീവ് എന്നുള്ള രീതിയിൽ സ്റ്റാറ്റസ് കാണിക്കുകയും ചെയ്യും. ഇവിടെ വരുന്ന ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു റെഫറൽ ലിങ്ക് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരാൾക്ക് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ റെഫറൽ ലിങ്ക് കോപ്പി ചെയ്യുന്നു. ഇവിടെ റെഫറൽ ലിങ്ക് കാണാം. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, കാണുന്നുണ്ട്. ഓക്കെ, റെഫറൽ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യുന്നു. നമ്മൾ നമ്മുടെ വാട്സാപ്പിലോ മറ്റോ പേസ്റ്റ് ചെയ്ത് ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടത് അവർക്ക് അയച്ചു കൊടുക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയച്ചു കൊടുത്ത ഈ റെഫറൽ ലിങ്ക് അവരവര് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യം എന്താണ്, ഇങ്ങനെ അവർ റെഫറൽ ലിങ്ക് പേസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന പേജ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പേജ് കിട്ടും, രജിസ്ട്രേഷൻ പേജ് കിട്ടും. ഈ രജിസ്ട്രേഷൻ പേജിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ യൂസർ ID ഉണ്ടായിരിക്കണം, റെഫറൽ ID ഉണ്ടായിരിക്കണം. ഇതിന്റെ ബുൾഡോഗ് എന്നാണ് ഈ ഐഡിയുടെ റെഫറൽ നെയിം. ഈ റെഫറൽ നെയിം ഇവിടെ ഇല്ലാതെ അയാൾ സൈനപ്പ് ചെയ്താൽ നമ്മളുടെ താഴെ വരില്ല. എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഫ്രണ്ടോ ബാക്കോ എടുക്കുന്ന സമയത്ത് ഇത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ടീമിൽ അയാൾ വരുള്ളൂ. അദ്ദേഹത്തിനോട് ശ്രദ്ധിക്കാൻ പറയണം. ചിലപ്പോൾ ഇവിടെ എഴുതി എന്തെങ്കിലും തെറ്റുവന്നതിന് ശേഷം ബാക്ക് പോയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ടിൽ പോകുമ്പോൾ ഇതേ പേജ് തന്നെ വരുമ്പോൾ ഇവിടെ ഇല്ലാതെ നമ്മൾ സൈനപ്പ് ചെയ്താൽ നമ്മുടെ ടീമിൽ വരില്ല. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് പേരും നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു യൂസർ നെയിമും ഇമെയിൽ ID യും പാസ്വേഡും, ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് ആവശ്യമുള്ളൂ. വേറെ യാതൊരു കാര്യങ്ങളും ഇതിനകത്ത് ആവശ്യമില്ല. KYCയോ
കാര്യങ്ങളൊന്നും വേണ്ട. കാര്യം ഒരു ഇന്റർനാഷണൽ കൺസെപ്റ്റ് ആണ്. ഇതിനകത്ത് ക്രിപ്റ്റോ കറൻസി മാത്രമേ ഇതിനകത്ത് ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ. USDT മാത്രമേ ഉള്ളൂ. USDTക്ക് ഉള്ളത് ഒരു അഡ്രസ്സ് മാത്രമാണ്. ക്രിപ്റ്റോ കറൻസിയുടെ പ്രത്യേകത തന്നെ അത് അനോണിമസ് ആണ്. ആരാണ് എന്താണെന്ന് അറിയുന്ന, അതിന്റെ KYC ആയിട്ട് ലിങ്ക്ഡ് അല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു പ്രത്യേകത. അതിൽ വാലറ്റ് അഡ്രസ് ആണ്. വാലറ്റ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ള 12 വാക്കുകളുള്ള ന്യൂമോണിക്സ് ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ആ ന്യൂമോണിക്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വാലറ്റ് നഷ്ടപ്പെട്ടു. നമ്മുടെ ആധാരം എന്ന് പറയുന്നത് നമ്മുടെ ന്യൂമോണിക്സ് ആണ്. ആ ന്യൂമോണിക്സ് നഷ്ടപ്പെട്ട നമ്മുടെ ആധാരം നഷ്ടപ്പെട്ട ഭൂമി നമ്മുടെ അല്ല എന്ന് പറയണ മാതിരി ഈ ഈവൺ ആധാരം നഷ്ടപ്പെട്ടാൽ പോലും രജിസ്റ്റർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ സർട്ടിഫൈഡ് കോപ്പി എടുക്കാം. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സർട്ടിഫൈഡ് കോപ്പി പോലും കിട്ടില്ല. കാര്യം ഡീസെൻട്രലൈസ്ഡ് ആണ് മറ്റേ നമ്മുടെ ക്രിപ്റ്റോ കറൻസീസിന്റെ വാലറ്റുകൾ എന്ന് പറയുന്നത്. അവിടെ ഒരു 12 വാക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡീസെൻട്രലൈസേഷന്റെ വ്യത്യാസം പലപ്പോഴും പലർക്കും വരുന്ന ഒരു തോന്നലുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ബിനാൻസിൽ എനിക്ക് ഒരു അക്കൗണ്ട് ഉണ്ട്, ബിനാൻസിൽ ഒരു വാലറ്റ് ഉണ്ട്. ബിനാൻസിലെ വാലറ്റ് ഡീസെൻട്രലൈസ്ഡ് ആവണമെന്നില്ല. ബിനാൻസ് നിങ്ങൾ വെബ് ബേസ്ഡ് ബിനാൻസോ അല്ലെങ്കിൽ ആപ്പ് ബേസ്ഡ് ബിനാൻസ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള വാലറ്റ് ബിനാൻസിന്റെ കൺട്രോളിലാണ്. അതിൽ പ്രൈവറ്റ് കീ നിങ്ങൾക്ക് കിട്ടുന്നില്ല. അത് ബിനാൻസിന്റെ കയ്യിലാണ് ആ പ്രൈവറ്റ് കീ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു എക്സ്ചേഞ്ചിലെയും നമ്മൾ ഒരു പാസ്വേഡ് മറന്നു കഴിഞ്ഞാൽ പാസ്വേഡ് അടിച്ച് കിട്ടാനുള്ള ഒരു സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. അവിടെ വേറൊരാൾ നമ്മളുടെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അയാളുടെ ഔദാര്യത്തിലാണ് നമ്മൾക്ക് കാര്യങ്ങൾ കിട്ടുന്നത്. ഡീസെൻട്രലൈസ്ഡ്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ടോക്കൺ പോക്കറ്റിലോ അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റിലോ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയാ മെറ്റാമാസ്കിലോ നിങ്ങളൊരു ബ്ലോക്ക് ചെയിൻ വാലറ്റ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ വാലറ്റ് ആക്ച്വലി ഇരിക്കുന്നത് ബ്ലോക്ക് ചെയിനിലാണ്. അത് തുറക്കുന്നതിനായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ ട്രസ്റ്റ് വാലറ്റ് ആയിക്കോട്ടെ, ടോക്കൺ പോക്കറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെറ്റാമാസ്ക് ആയിക്കോട്ടെ. ഇതെല്ലാം അത് തുറക്കുന്നതിനുള്ള ആപ്ലിക്കേഷൻ മാത്രമാണ്. അതിന്റെ പാസ്വേഡ് എന്ന് പറയുന്നത് 12 വാക്കുകൾ അടങ്ങിയിട്ടുള്ള ഒരു ന്യൂമോണിക്സോ അല്ലെങ്കിൽ ഒരു വലിയൊരു കീ ആയിട്ടുള്ള പ്രൈവറ്റ് കീയോ ആണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഇതിന്റെ പാസ്വേഡ് എന്ന് പറയുന്നത്. അത് മറ്റൊരാളുടെ കയ്യിലും കൊടുക്കാൻ പാടുള്ളതല്ല. അത് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അത് മറ്റാർക്കെങ്കിലും നൽകി കഴിഞ്ഞാൽ ആരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലും അവർക്ക് ആ വാലറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. പലപ്പോഴും അത് നമ്മൾ എക്സ്പോസ്ഡ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഞാനിത് കഴിഞ്ഞ ദിവസം ആരുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയോട് ട്രസ്റ്റ് വാലറ്റിൽ ഉണ്ടാക്കാൻ പറഞ്ഞു. ട്രസ്റ്റ് വാലറ്റ് ഉണ്ടാക്കിയതിന് ശേഷം അദ്ദേഹത്തിനോട് ചോദിച്ചു, ആ പാസ്വേഡ് ആ ട്രസ്റ്റ് വാലറ്റിലെ 12 വാക്കുകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. പുള്ളി വേഗം പറഞ്ഞു കൊടുത്തു. പുള്ളിയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പൈസ എല്ലാം അവർ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്ലോക്ക് ചെയിൻ വാലറ്റ് വളരെ സെക്യൂർഡ് ആണ്. പക്ഷെ അതിന്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലായിരിക്കണം. അതിന്റെ പ്രൈവറ്റ് കീസ് മറ്റാർക്കും കൊടുക്കാൻ പാടുള്ളതല്ല. അപ്പൊ ഇത് ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം മാത്രമാണ് അത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം ക്രിപ്റ്റോ കറൻസിയിൽ ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ പ്രത്യേകിച്ച് ഒരു ആകപ്പാടെ ആവശ്യമുള്ള ഡാറ്റ എന്ന് പറയുന്ന ഇമെയിൽ ID മാത്രമാണ്. ഒരു യൂസർ നെയിമും ഇമെയിൽ IDയും വെച്ചുകൊണ്ട് നമുക്ക് ഇതിനകത്ത് സൈനപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സൈനപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പം സൈനപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നത്, നമ്മുടെ താഴെ ആരൊക്കെ സൈനപ്പ് ചെയ്തിട്ടുണ്ട്, എത്ര പേര് സൈനപ്പ് ചെയ്തെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം. അതിന് മുമ്പ് ആദ്യം ആക്ടിവേഷനിലേക്ക് പോവാം. ആക്ടിവേഷൻ എന്ന് പറയുന്നത് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഈ ബിസിനസ്സിനകത്ത് ഫർദർ ആയിട്ട് മുമ്പോട്ട് പോകാനോ കോഴ്സുകൾ പഠിക്കാനോ ഒക്കെ സാധിക്കുകയുള്ളൂ. ആക്ടിവേഷൻ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമുക്ക് ബാലൻസ് എമൗണ്ട് 0 എന്ന് കാണുന്നുണ്ട്. ഇതിന്റെ അടുത്ത താഴെ തന്നെ ഒരു വാലറ്റ് അഡ്രസ്സ് കാണുന്നുണ്ട്. ഈ വാലറ്റ് അഡ്രസ്സ് നമ്മൾ കോപ്പി ചെയ്യുക. ഈ വാലറ്റ് അഡ്രസ്സിലേക്കാണ് നമ്മൾ USDT അയക്കേണ്ടത്. $100 ആണ്, 100 USDT ആണ് നമ്മൾ ഇതിനകത്തേക്ക് അയക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഇത് അയച്ചു കഴിയുമ്പോൾ ഇവിടെ 100 എന്ന് കാണിക്കും. ഈ 100 എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് ചെയിനിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം അതിന് വെറുതെ ചെയ്യില്ല. മൈനേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇവിടെ അപ്രൂവ് ചെയ്യുന്നത് ലോകത്തെ പല ഭാഗങ്ങളിൽ ഇരിക്കുന്ന മൈനേഴ്സ് ആണ്. അപ്പൊ ഓരോ ബ്ലോക്ക് ചെയിനിൽ ഈ മൈനേഴ്സിന് കിട്ടുന്ന കൂലി എന്ന് പറയുന്നത് ഈ ഗ്യാസ് ഫീ എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ BNBയുടെ സ്മാർട്ട് ചെയിൻ ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ BNBക്ക് അകത്തുള്ള BNB ആണ് അവർക്ക് കൂലിയായിട്ട് കിട്ടുന്നത്. അപ്പൊ മൈനേഴ്സ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അവർ ഈ ട്രാൻസാക്ഷൻസ് അപ്രൂവ് ചെയ്യുന്നത് മൈനേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ, ഇങ്ങോട്ടുള്ള ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ അതിന് ഗ്യാസ് ഫീ ഉണ്ട്. ആ ഗ്യാസ് ഫീ ചാർജ് അല്ലെങ്കിൽ മോണിറ്ററിങ് നടത്തുന്നത് മൈനേഴ്സ് ആണ്. മൈനേഴ്സിന് കിട്ടുന്നതാണ് ഗ്യാസ് ഫീ. അതേപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കോയിൻ നമ്മൾ ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ ഇവിടെ $100 എന്ന് കാണിക്കും. ഇവിടെ നമ്മൾ ആക്ടിവേറ്റ് എന്ന് പറയുന്ന ബട്ടൺ അമർത്തുന്ന സമയത്ത് സത്യത്തിൽ നമ്മൾ ഗ്യാസ് ഫീ ഒന്നും കൊടുക്കുന്നില്ല. ഗ്യാസ് ഫീ സിസ്റ്റമാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സിസ്റ്റം എപ്പോഴും ഒരു ഫിക്സഡ് എമൗണ്ട് ഗ്യാസ് ഫീ ആയിരിക്കും ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ചില സമയങ്ങളിൽ ട്രാഫിക് കൂടുതലുണ്ടെങ്കിൽ മൈനേഴ്സ് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഗ്യാസ് ഫീ കൂടുതൽ കിട്ടുന്ന സ്ഥലങ്ങളായിരിക്കും അവര് എടുക്കുക.
ഫിക്സഡ് ഗ്യാസ് ഫീ ഉള്ള സ്ഥലങ്ങളിൽ അവരത് അവിടെ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ ഇൻകംപ്ലീറ്റ് ആയി പോകും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ നല്ല ബിസി ആയിട്ടുള്ള ടൈം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ടിവേറ്റ് ക്ലിക്ക് ചെയ്താൽ ഉടനെ ചിലപ്പോൾ അത് ആക്ടിവേറ്റ് ആവില്ല, അതവിടെ ആക്ടിവേഷൻ ആവാതെ തന്നെ ഇരിക്കും. അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്നുകൂടി ആക്ടിവേറ്റ് ക്ലിക്ക് ചെയ്താൽ അത് ആക്ടിവേറ്റ് ആയിക്കോളും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ആവാതിരിക്കുന്നതിന്റെ റീസൺ ഗ്യാസ് ഫീ പ്രൊവൈഡ് അവര് സിസ്റ്റത്തിനകത്തുനിന്ന് അവർ ആ സിസ്റ്റം എടുത്ത ഗ്യാസ് ഫീ ആ പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ തികയാതെ വന്നതുകൊണ്ടാണ് ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവാത്തത്. ആ ഗ്യാസ് ഫീ ആക്ച്വലി സിസ്റ്റത്തിന് നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവരത് കറക്റ്റ് ചെയ്യാൻ മാക്സിമം ഗ്യാസ് കിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് ഗ്യാസ് ഫീയുടെ കണക്ക് പറയാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയബിൾ ആയിട്ടിരിക്കും. ചില സമയങ്ങളിൽ ബിനാൻസിന്റെ ബ്ലോക്ക് ചെയിനിൽ ബിനാൻസ് ട്രാൻസാക്ഷൻസ് ഫ്രീ ആയിട്ട് വരെ കൊടുക്കുന്ന സമയങ്ങളുണ്ട്. പക്ഷെ എങ്കിലും അതിന്റെ ഒരു ബേസിക് വാല്യൂ കണക്കാക്കിയതിന് ശേഷം അത് തിരിച്ച് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ബിനാൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചില സമയങ്ങളിൽ ആക്ടിവേഷൻ അടിച്ചു കഴിഞ്ഞാൽ പലരും എൻ്റെ അടുത്ത് പറഞ്ഞുള്ള ഒരു കാര്യമാണ്, ആക്ടിവേഷന്റെ കൊടുത്തതിന് ശേഷം ആക്ടിവേറ്റ് ആയില്ല, കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അടിച്ചപ്പോഴാണ് ആക്ടിവേറ്റ് ആവുന്നത്. യെസ്, തീർച്ചയായിട്ടും അതിന്റെ ഒരു റീസൺ ഇതാണ്, ചില സമയങ്ങളിൽ ഉണ്ടാവുന്ന ഗ്യാസ് ചാർജിലുള്ള വ്യതിയാനങ്ങളാണ്. അപ്പൊ ഇവിടെ നമുക്ക് $100 എന്ന് പറയുന്നത് ആക്ടിവേഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഈ ആക്റ്റീവ് എന്നുള്ളത് ഈ ഗ്രീൻ കളറായി മാറും, അല്ലെങ്കിൽ ഇത് റെഡ് കളറിലായിരിക്കും കിടക്കുക. ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അത് ഗ്രീൻ കളറിലേക്ക് മാറും. ഇതാണ് ആക്ടിവേഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്. അടുത്തത് നമ്മളുടെ വാലറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നതാണ്. നമ്മുടെ ഈ വാലറ്റ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കാണാവുന്നത് നമ്മളുടെ എന്തൊക്കെയാണ് നമ്മുടെ വാലറ്റിലേക്ക് വന്നത്, നമുക്ക് കമ്മീഷൻ വന്നിട്ടുണ്ടെങ്കിൽ കമ്മീഷൻ എവിടെ നിന്ന് വന്നു, എത്ര കമ്മീഷൻ വന്നു എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയുന്ന ഒരു ഒന്നാണ് നമ്മുടെ വാലറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. വാലറ്റ് ഹിസ്റ്ററിക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കും എത്രയാണ് നമുക്ക് കമ്മീഷൻ വന്നത്, എത്ര രൂപ വന്നിട്ടുണ്ട്, അത് എവിടെ നിന്നാണ് വന്നത്, ആരുടെ സെയിൽ നടന്നപ്പോഴാണ്, അത് ഡയറക്റ്റ് ആയിട്ട് വന്നതാണോ ഇൻഡയറക്റ്റ് കമ്മീഷൻ ആണോ, അങ്ങനത്തുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ വാലറ്റ് ഹിസ്റ്ററിയിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഈ വാലറ്റ് ഹിസ്റ്ററിയിൽ നമുക്കൊരു ബാലൻസ് ഉണ്ട്, എത്ര ബാലൻസ് ഉണ്ടെന്നാണ് ഈ ബാലൻസ് ഇവിടെ കാണും. ഇതേ ബാലൻസ് നമുക്ക് വിഡ്രോവലിലും കാണാൻ സാധിക്കും. വിഡ്രോവൽ എന്ന് പറയുന്നിടത്ത് ബാലൻസ് ഈ എമൗണ്ട് തന്നെ ബാലൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇന്റേണൽ ട്രാൻസ്ഫറിനകത്തും നമുക്ക് ആ ബാലൻസ് എമൗണ്ട് അവിടെ ഇന്റേണൽ ട്രാൻസ്ഫറിൽ കാണാൻ പറ്റും. നമുക്ക് വരുന്ന ഏർണിങ്സ്, നമുക്ക് എത്രയാണെങ്കിലും നമുക്ക് വരുന്ന ഏർണിങ്സ് ഇപ്പൊ വിഡ്രോ ചെയ്യാനാണെങ്കിൽ നമുക്ക് വരുന്ന ഏർണിങ്സിന്റെ 20% എങ്ങോട്ട് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രസ് ചാർട്ടിലേക്ക് പോകും. അതായത് ഓട്ടോ റിന്യൂവലിന് വേണ്ടിയിട്ട് 20% ഇവിടെ നമുക്കൊരു പ്രോഗ്രസ് ചാർട്ട് കാണാം. ഇവിടെ കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ ഈ പ്രോഗ്രസ് ചാർട്ടിലേക്ക് 20% ഒരാൾക്ക് $30 കമ്മീഷൻ കിട്ടിയാൽ $6 ഈ പ്രോഗ്രസ് ചാർട്ടിലേക്ക് പോകും, $24 പുള്ളിയുടെ വാലറ്റിലേക്ക് പോകും. അതായത് വിഡ്രോവലിന് വേണ്ടിയിട്ട് അവൈലബിൾ ബാലൻസിലേക്ക്, അവൈലബിൾ എമൗണ്ട് ഫോർ വിഡ്രോവൽ എന്ന് പറയുന്നതിനകത്തേക്ക് 24 വരും. അതേസമയം ടോട്ടൽ ഏർണിങ്സ് ചിലപ്പോൾ കാണിക്കുന്നത് 30 ആയിരിക്കും കാണിക്കുക. അവൈലബിൾ ഫോർ ബാലൻസ് എന്ന് പറയുന്നത് നമുക്ക് കാണിക്കുന്നത് 24 ആയിരിക്കും കാണിക്കുക. ഈ എമൗണ്ടിൽ നമ്മൾ എത്രയാണോ വിഡ്രോ ചെയ്യേണ്ട എമൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് നമ്മളിവിടെ വാലറ്റ് അഡ്രസ് കൊടുത്തിരിക്കും. ഇവിടെ നമ്മുടെ വീട്ടിലെ അഡ്രസ് കൊടുത്തിട്ട് കാര്യമില്ല, വാലറ്റ് അഡ്രസ് ആണ് നമ്മളോട് കൊടുക്കേണ്ടത്. ബ്ലോക്ക് ചെയിൻ വാലറ്റ് അഡ്രസ് നമ്മൾ കൊടുക്കണം. ആ ബ്ലോക്ക് ചെയിൻ വാലറ്റ് അഡ്രസ് ബിനാൻസിന്റെ ആണെങ്കിൽ ബിനാൻസിന്റെ അല്ലെങ്കിൽ നമ്മുടെ ടോക്കൺ പോക്കറ്റിലോ അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ബ്ലോക്ക് ചെയിൻ വാലറ്റ് ആണെങ്കിൽ ആ വാലറ്റിന്റെ അഡ്രസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, BEP20 അഡ്രസ് തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത്. വേറെ ഏതെങ്കിലും അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ ക്രോസ് ചെയിനിൽ ഇത് പോവില്ല. ഇത് BEP20ന്റെ ചെയിനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് BEP20 അഡ്രസ് തന്നെ ആയിരിക്കണം നമ്മൾ ഇതിനകത്ത് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ USDT എന്ന് പറയുന്ന ഒരു കറൻസി നമുക്ക് പല ബ്ലോക്ക് ചെയിനുകൾ, അതായത് ഇന്ന് ഒരുപാട് ബ്ലോക്ക് ചെയിനുകളുണ്ട്. പണ്ട് ബിറ്റ്കോയിന്റെ ഒരു ബ്ലോക്ക് ചെയിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇന്ന് അതല്ല. ഇത്തേറിയത്തിന്റെ ബ്ലോക്ക് ചെയിൻ ഉണ്ട്, ട്രോണിന്റെ ബ്ലോക്ക് ചെയിൻ ഉണ്ട്, അവലാഞ്ചിയുടെ ബ്ലോക്ക് ചെയിൻ ഉണ്ട്, ബിനാൻസിന്റെ ബ്ലോക്ക് ചെയിൻ ഉണ്ട്, കർണാനോന്റെ ബ്ലോക്ക് ചെയിൻ ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിനുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഈ ബ്ലോക്ക് ചെയിനുകളിൽ കൂടിയെല്ലാം നമുക്ക് ട്രാൻസാക്ഷൻ നടത്താം. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ബിനാൻസിന്റെ ബ്ലോക്ക് ചെയിൻ ആണ്. അതിന്റെ ബേസ് കോയിൻ എന്ന് പറയുന്നത് BNB ആണ്. അപ്പൊ ഗ്യാസ് ഫീ എല്ലാം കൊടുക്കുന്നത് BNB ആയിട്ടാണ്. അപ്പൊ BEP20 എന്ന് പറയുന്ന ചെയിൻ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമുക്കിവിടെ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുക. അതുകൊണ്ട് USDT BEP20 തന്നെ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ട വാലറ്റ് അഡ്രസ് എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് ഇന്റേണലി ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് നമ്മുടെ വേറൊരു യൂസർക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വേണ്ടത് നമുക്ക് അയാളുടെ ഇമെയിൽ ID മാത്രം മതി. നമ്മൾ മറ്റൊരാളുടെ ഇമെയിൽ IDയിലേക്ക് നമുക്ക് ഇവിടെ നിന്ന്, ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് ട്രാൻസാക്ഷൻ അയാൾക്ക് ആക്ടിവേഷൻ ചെയ്യാൻ നമ്മുടെ അടുത്ത് പൈസ ഉണ്ട്, ഈ പൈസ എടുത്ത് പുള്ളിക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ കൊടുക്കണം. നമുക്ക് ചെയ്യാവുന്ന കാര്യം, ഇവിടെ ഇപ്പോൾ $100 ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ എമൗണ്ട് 100 കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ എമൗണ്ട് നേരെ ഈ ഇമെയിൽ ID അടിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വാലറ്റിലേക്ക് വരും, അദ്ദേഹത്തിന് അവിടെ നിന്ന് അത് ആക്ടിവേറ്റ് ചെയ്യാം. അപ്പൊ ഇന്റേണലി നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളും ഓൾറെഡി ഇവിടെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ഇൻസെന്റീവ്സ്, നമുക്ക് എത്രയൊക്കെയാണ് ഇൻസെന്റീവ് വന്നതെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും.
അത് എത്ര ഇൻസെന്റീവ് നമുക്ക് ഡയറക്ട് റെഫറൽ എത്ര വന്നു, പിയർ എത്ര വന്നു, ഇൻഡയറക്ട് റെഫറൽ എത്ര വന്നു എന്നുള്ളതിന്റെ ഒരു ടോട്ടൽ ഫിഗർ നമുക്ക് അറിയാൻ സാധിക്കും. ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് നമുക്ക് ലഭ്യമാകുന്ന ഇത്. പിന്നെ ടീം എന്ന് പറയുന്നത് നമ്മുടെ ടീം ആരൊക്കെ ഉണ്ട്, എത്ര പേരുണ്ട്, ടോട്ടൽ ആക്റ്റീവ് എത്ര പേരുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് ഇതിനകത്ത് താഴേക്ക് എത്ര ടീമുണ്ട് എന്നുള്ളത്. അതായത് നമ്മുടെ ഡയറക്ട്സ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക, ഇൻഡയറക്റ്റ് നമുക്ക് കാണാൻ സാധിക്കില്ല. ഡയറക്ട്സിനെ ആയിരിക്കും നമുക്ക് നേരിട്ട്. കാര്യം ഇൻഡയറക്റ്റ് കണ്ടിട്ട് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. കാര്യം എന്താ വെച്ചാൽ നമുക്ക് അവരുടെ എന്താ പറയുക യൂസറിനെയും ഒന്നും ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. കാര്യം അപ്പൊ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി അറിഞ്ഞോളണമെന്നില്ല. അപ്പൊ ഇവിടെ നമുക്ക് കാണുന്നത് യൂസർ നെയിം ആണ് നമുക്ക് ഇവിടെ കാണുന്നത്, അവരുടെ റാങ്ക് ആണ് നേടുന്നത്. നമ്മുടെ ഡയറക്ട്സിന്റെ മാത്രമായിരിക്കും കാണാൻ സാധിക്കുക. ഡയറക്ട്സിനോട് ചോദിച്ചിട്ടായിരിക്കും നമുക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ സാധിക്കുക. അപ്പൊ നമുക്ക് റാങ്ക് തിരിച്ചറിയാം, പക്ഷെ നമ്മുടെ താഴെ എത്ര പേര് ആരൊക്കെയാണ് മാക് അസോസിയേറ്റ് ഉള്ള, അഫിലിയേറ്റ് ഉള്ളത്, അംബാസിഡർ എന്നുള്ള റാങ്കുകൾ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ ഡീറ്റെയിൽസും അറിയണമെങ്കിൽ അറിയുകയൊക്കെ ചെയ്യാം. ഓൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. പക്ഷേ ഡീറ്റെയിൽസ് കിട്ടിയോണ്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഫിൽറ്റർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറെ ആളുകളുടെ പേര് നമുക്ക് വരും. പക്ഷെ ആ വരുന്ന ആൾക്കാരൊക്കെ ആരാണ് എന്താണെന്ന് നമുക്കൊരു പിടി ഉണ്ടാവില്ല. കാര്യം ഇതിനകത്ത് യൂസർ നെയിം മാത്രമായിരിക്കും വരുന്നത്. എന്തുകൊണ്ടാണ് മറ്റുള്ള കാര്യങ്ങൾ ഇമെയിലും തരാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡാറ്റ പ്രൈവസിയുടെ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് അത് പ്രൊവൈഡ് ചെയ്യാത്തത്. കാര്യം അത് പ്രൊവൈഡ് ചെയ്താൽ സൗകര്യമാണ് എന്നൊക്കെ ഉള്ള പല ആശയങ്ങളും വന്നെങ്കിലും ഡാറ്റ പ്രൈവസിയുടെ വലിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇന്റർനാഷണൽ കൺസെപ്റ്റുകൾക്ക് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആളുകളുടെ ഇമെയിൽ ഐ ഡിയും കാര്യങ്ങളും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനുള്ള ഒരു പ്രോബ്ലം അവിടെ ഉള്ളത് കൊണ്ടാണ് ഈ യൂസർ നെയിം മാത്രമായിട്ട് കൊടുക്കുന്ന അവസ്ഥയുള്ളത്. ഇത്രയാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് ഇതിന്റെ താഴെ പ്രൊഫൈൽ എന്ന് പറയുന്നുണ്ട്. ഈ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോട്ടോ വെക്കാം, നമ്മുടെ പേര് എഡിറ്റ് ചെയ്യാം, പിന്നെ അതേപോലെ തന്നെ മൊബൈൽ നമ്പർ വേണമെങ്കിൽ മൊബൈൽ നമ്പർ ആഡ് ചെയ്യാം, ഫേസ്ബുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അത് നമുക്ക് ഇവിടെ സേവ് ചെയ്യാം. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പൈസ ട്രാൻസാക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു ട്രാൻസാക്ഷൻ പാസ്വേഡ് വേണം. ഇവിടെ സെക്യൂരിറ്റി എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ട്രാൻസാക്ഷൻ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു പ്രാവശ്യം ട്രാൻസാക്ഷൻ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്താൽ വേണമെങ്കിൽ നമുക്ക് മാറ്റാനുള്ള സംവിധാനമുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലോഗിൻ പാസ്വേഡ് മറ്റാർക്കും കൊടുക്കരുത്. ലോഗിൻ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും നമ്മുടെ സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ചേഞ്ച് പാസ്വേഡ് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇമെയിൽ ഐ ഡി വെച്ചിട്ടായിരിക്കും നമുക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുക. നമ്മുടെ ഇമെയിലിലേക്ക് നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പുതിയ പാസ്വേഡ് സൈൻ അപ്പ് ചെയ്യാൻ പറ്റും. പാസ്വേഡ്സ് കഴിയുന്നു നമ്മൾ ഇതിനകത്ത് പണം ഉള്ളത് കൊണ്ട് തന്നെ പാസ്വേഡ് നമ്മൾ സ്വയം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിനകത്തുള്ള കാര്യങ്ങൾ.